നിങ്ങളുടെ വൈഫൈ കണക്റ്റ് ആവാതിരിക്കുക, കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ നെറ്റ് കിട്ടാതിരിക്കുക, അതേപോലെ നിങ്ങളുടെ വൈഫൈ അഡാപ്റ്റർ ഫ്രീക്വൻ്റ് ആയിട്ട് ഡിസ്കണക്റ്റ് ആവുക, ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ വൺ ബൈ വൺ ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ മൊബൈലിൽ നിന്നൊക്കെ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്തതിന് ശേഷം മൊബൈൽ സ്പീഡുണ്ട്, കമ്പ്യൂട്ടറിൽ തീരെ സ്പീഡില്ലെങ്കിൽ ഈ ഒരു കാര്യം കൂടെ സെറ്റ് ചെയ്ത് നോക്കാം. DNSൻ്റെ ഇഷ്യൂ കൊണ്ടും ഇങ്ങനെ വരാറുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ വൈഫൈ കണക്ഷൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ഇവിടെ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വേർഷൻ 4 TCP/IP എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുക്കുക, പ്രോപ്പർട്ടീസ് എടുക്കുക. IP അഡ്രസ് ഓട്ടോമാറ്റിക്കലി എന്നായിരിക്കും. അതിൻ്റെ കൂടെ നിങ്ങൾ യൂസ് ദി ഫോളോയിങ് DNS സെർവർ എന്നുള്ളിടത്ത് നിങ്ങൾ ഈ 8.8.8.8 എന്നുള്ള അഡ്രസ്സ് സെറ്റ് ചെയ്യുക. ഇതൊരു പബ്ലിക് DNS ആണ് ഗൂഗിളിൻ്റെ. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് ഓക്കെ കൊടുക്കുക, ദെൻ ക്ലോസ് ചെയ്യുക. ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണക്ടിവിറ്റി ഫാസ്റ്റ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി ചെയ്യാൻ പറ്റുന്ന നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫൈ അഡാപ്റ്ററിൻ്റെ ഡ്രൈവർ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ദിസ് PC റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷോ മോർ ഓപ്ഷൻസ് കൊടുക്കുക, മാനേജ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഡിവൈസ് മാനേജർ സെലക്ട് ചെയ്യുക. നമ്മളുടെ ഹാർഡ്വെയർ സംബന്ധമായിട്ടുള്ള എല്ലാ ഡിവൈസസും ഇവിടെ നമുക്ക് ഷോ ചെയ്യും. ഇതിൻ്റെയൊക്കെ ഡ്രൈവർ ഡിറ്റക്റ്റഡ് ആയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും എക്സ്ക്ലമേഷനോ ക്വസ്റ്റ്യൻ മാർക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കും. ഇപ്പോൾ ഇവിടെ എല്ലാം ഡ്രൈവർ ഓക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ എറേഴ്സ് ഒന്നും കാണിക്കാത്തത്. ഇതിലിപ്പോൾ വയർലെസ്സിൻ്റെ അഡാപ്റ്റർ കാണിക്കുന്നത് ഇൻ്റൽ വയർലെസ് AC 9260 എന്ന് പറയുന്നതാണ്. ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അൺഇൻസ്റ്റാൾ ഡിവൈസ് എന്ന് കൊടുക്കുക. അൺഇൻസ്റ്റാൾ ഡിവൈസ് എന്ന് കൊടുത്തിട്ട് അറ്റംപ്റ്റ് ടു റിമൂവ് എന്ന് കൊടുക്കാം, എന്നിട്ട് അൺഇൻസ്റ്റാൾ കൊടുക്കുക. ഇത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നേരത്തെ നമ്മൾ സെറ്റ് ചെയ്തതുപോലെ എന്തെങ്കിലും IP അഡ്രസ് മാനുവലി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഭൂരിഭാഗം വൈഫൈ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി തന്നെയാണ് അഡ്രസ്സ് എടുക്കുക. ഇനി ഏതെങ്കിലും സ്ഥലങ്ങളിൽ വൈഫൈ കണക്ട് ചെയ്യാൻ IP അഡ്രസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ IP അഡ്രസ് നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അൺഇൻസ്റ്റാൾ എന്ന് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വയർലെസ് അഡാപ്റ്ററിൻ്റെ ഡ്രൈവർ റിമൂവ് ആവും. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിൽ NCPA.cpl അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വയർലെസ് അഡാപ്റ്റർ കാണാൻ സാധിക്കില്ല. ഇതേപോലെ കാണാതെ ആവുന്ന അവസരങ്ങളിലും നമുക്ക് ഈ ഒരു കാര്യം ഒന്നും കൂടെ ചെയ്തു നോക്കാവുന്നതാണ്, അൺഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഈ ഒരു മെത്തേഡ്. അതേപോലെ ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, അതേപോലെ എക്സ്ക്ലമേഷനും. ഇനി വീണ്ടും ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സ്കാൻ ഫോർ ചേഞ്ചസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളുടെ വയർലെസ് അഡാപ്റ്റർ വരുന്നതായിരിക്കും. വന്നിട്ടില്ലെങ്കിൽ നമ്മളുടെ ഡ്രൈവർ കൈവശം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവൂ.